ഹലോ, ഇന്ന് ഈ ഒരു സാരിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി ഒരു കസ്റ്റമർ തന്നതാണ്. തന്നിട്ട് ഇത് വെച്ചിട്ടൊരു ഫ്രോക്ക് പോലത്തുള്ള ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മുന്താണിയുടെ പോർഷനാണ് എടുത്തത്. മുന്താണിയുടെ പോർഷനിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രിൻറ്റ് ഫ്രണ്ടിൽ പോർഷനിൽ വരുന്ന രീതിയിൽ, ഫ്രണ്ടിലും ബാക്കിലും യോക്കിൽ വരുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നെക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ അടിച്ച് തിരിച്ചിടുന്ന രീതിയിൽ ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ എങ്കിലും ഉള്ള ഒരു ബുദ്ധിമുട്ട്, നമുക്ക് ഈ ഒരു സാരി ഒഴുകി കിടക്കുന്ന സാരി ആയതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയ ഒരു ഡ്രസ്സായിരുന്നു. നെക്ക് ബാക്കും ഫ്രണ്ടും റൗണ്ട് നെക്കാണ് കൊടുത്തത്. പിന്നെ താഴ്ഭാഗത്ത് ഒരു പ്ലീറ്റും കൂടെ വരുന്ന രീതിയിൽ നമ്മുടെ ഒരു ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യുമല്ലോ, ആ ഒരു പാറ്റേണിലാണ് ചെയ്തെടുത്തത്. പിന്നെ ഫുൾ സാരി നമ്മൾ എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു പാവാടയും കൂടെ പറ്റുമെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫ്രില്ലൊക്കെ കുറച്ച് ആണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഫുള്ളായിട്ടും ടോപ്പ് സ്റ്റിച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്ത് പോയത്. കാര്യം ഇങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് പൊങ്ങിയിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുത്താണ് പോയത്. അപ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ബാക്കിലൊരു വള്ളിയും കൂടെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പണി കഴിയുന്ന രീതിയിലും ഉള്ളൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും അത്ര ശരിയായ പോലെ തോന്നിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആളിട്ട് നോക്കിയപ്പോഴത്തേക്കിനും. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കിനും എനിക്ക് എന്തോ പോലെ തോന്നി. പക്ഷേ എനിക്ക് വണ്ണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ആ ഒരു രീതിയിൽ ഇത് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാതിരിക്കരുത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും നമുക്കത് മാറ്റി വീണ്ടും ചെയ്യാനായിട്ട് തോന്നുക. അപ്പോൾ ഇങ്ങനത്തുള്ള വീഡിയോത്തിന് ഫോളോ